തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി ഏർപ്പെടുത്തിയ മികച്ച നിയമസഭാ സാമാജികനുള്ള മഹാത്മാജി പുരസ്കാരമാണ് മുഹമ്മദ് മോഹസിൻ MLA ഏറ്റുവാങ്ങിയത്. തിരുവനന്തപുരം മ്യൂസിയം ഹാളിൽ നടന്ന ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പുരസ്കാരം സമ്മാനിച്ചു. IB സതീഷ് MLA ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. മികച്ച പൊതുപ്രവർത്തകനുള്ള പുരസ്കാരം UDF കൺവീനർ MM ഹസനും മികച്ച നവാഗത സാമാജികനുള്ള പുരസ്കാരം MS അരുൺകുമാർ MLAയും ചടങ്ങിൽ ഏറ്റുവാങ്ങി. മുൻ MLA K ശബരിനാഥൻ, നിയമസഭാ സെക്രട്ടറി ഡോക്ടർ N കൃഷ്ണകുമാർ, ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി ഭാരവാഹികൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനത്തിലായിരുന്നു പുരസ്കാര സമർപ്പണം. ഈ അംഗീകാരം തന്റെ പൊതുപ്രവർത്തന ജീവിതത്തിലെ വലിയ ഉത്തരവാദിത്തമായി കാണുന്നുവെന്നും ഈ നേട്ടം പട്ടാമ്പിയിലെ ജനങ്ങൾക്കായി സമർപ്പിക്കുന്നുവെന്നും അവാർഡ് ഏറ്റുവാങ്ങി സംസാരിക്കവേ മുഹമ്മദ് മോഹസിൻ MLAയും പറഞ്ഞു. ഇടനെഞ്ചിൽ വെടിയേറ്റ് വീണപ്പോൾ ഗാന്ധിജി നമ്മെ വിട്ടുപിരിഞ്ഞെങ്കിലും ഗാന്ധിജി എന്നൊരു ആശയമാണ്. ആ ആശയം ഇന്നും നിലനിൽക്കുകയാണ്. മതേതരത്വം എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുക, ഏത് തരത്തിലുള്ള വർഗീയതയ്ക്കും എതിരായിട്ട് നിലകൊള്ളുക, ഏത് തരത്തിലുള്ള ഫാസിസത്തിനെതിരായിട്ടും ശക്തമായിട്ട് നിലകൊള്ളുക എന്നത് തന്നെയാണ് ആ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഒരു പുരസ്കാരം ലഭ്യമായതിൽ അഭിമാനവും സന്തോഷവും രേഖപ്പെടുത്തുകയാണ്. സംഘാടകരോട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ആധുനിക ഇന്ത്യയുടെ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ നെഹ്റുവിന്റെ പേരിലുള്ള ഒരു കൂട്ടായ്മയാണ് ഈ അവാർഡ് ഇവിടെ ലഭ്യമാക്കിയിട്ടുള്ളത്. നെഹ്റുവിന്റെയും പ്രസക്തി നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ ദ ഐഡിയ ഓഫ് ഇന്ത്യ, മതനിരപേക്ഷതയും അതോടൊപ്പം തന്നെ സോഷ്യലിസവും മുന്നോട്ട് വെക്കുന്ന ആ ഭാരതത്തിന്റെ ഐഡിയയെ ഉൾക്കൊള്ളുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാൾ കൂടിയാണ് നെഹ്റു. ഇന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിൽക്കപ്പെടുന്ന ഒരു കാലമാണ്. അന്ന് ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ യഥാർത്ഥത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് എന്ന് പറയുകയും ഇന്ത്യയിൽ ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൊണ്ടുവരികയും ചെയ്ത ഒരു കാലം. ആ കാലം നമ്മൾ ഓർക്കുകയാണ്. ഇന്ന് അതിനേക്ക് വിൽപ്പന നടത്തുന്ന ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും ഭഗത് സിംഗിന്റെയും അംബേദ്കറുടെയും ഒക്കെ ആശയങ്ങൾ ഇല്ലാതെയാക്കുന്ന ഒരു കാലത്ത് ഒരു പൊതുപ്രവർത്തകർ എന്നുള്ള നിലക്ക് ഈ നാടിന്റെ ഭാവിയെക്കുറിച്ച് ഉത്തരവാദിത്വത്തോടുകൂടി ഓർക്കുന്നവർ എന്ന നിലക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് അവരുയർത്തിപ്പിടിച്ച ആ ഭാരതത്തിന്റെ സങ്കല്പം അത് ഉയർത്തിപ്പിടിക്കാൻ ഇനിയും മുന്നോട്ട് പോകുക എന്ന ഉത്തരവാദിത്തമാണ് ഈ അവാർഡിലൂടെ